പുഴകളിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഒരുപാട് പാഠങ്ങൾ പുഴകളിൽ നിന്ന് എടുക്കാറുണ്ട്. പർവ്വതനിരകളിൽ നിന്നും ഒഴുകിയുള്ള പുഴ കടലിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ പല കാര്യങ്ങളും നേടുന്നുണ്ട്. പുഴയെ ഇഷ്ടമല്ലാത്തവർ, പുഴയോട് ദേഷ്യമുള്ളവർ പുഴയിൽ കല്ലെറിയും, പുഴയെ വഷളാക്കാൻ ശ്രമിക്കും. പുഴ ആരെയും പരിഗണിക്കാറില്ല, പോയിക്കൊണ്ടേയിരിക്കും. മറ്റൊരിടത്ത് പുഴയോട് സ്നേഹമുള്ളവർ, പുഴയെ ആദരിക്കുന്നവർ വിളക്കുകൾ വെച്ചിട്ടും പൂക്കൾ എറിഞ്ഞിട്ടും പുഴയെ സ്നേഹിക്കും, പുഴയോട് ചേരും. പുഴ അവരിലേക്കും പൂർണ്ണമായിട്ടും ഗഹനം നൽകാറില്ല, പുഴ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കാര്യത്തെ പ്രവാചകനിലേക്ക് കാണാൻ സാധിക്കും. പ്രവാചകനെ മക്ക നിവാസികൾ തന്റെ നാട്ടിൽ നിന്നും പറഞ്ഞയച്ചപ്പോഴും രാജാക്കന്മാരും പല ഗോത്രക്കാരും നിരന്തരമായി പ്രവാചകനോട് യുദ്ധം ചെയ്തപ്പോഴും പ്രവാചകൻ ഒരിക്കലും അവരിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. പ്രവാചകൻ പോയിക്കൊണ്ടേയിരുന്നു. പ്രവാചകൻ ലക്ഷ്യത്തിലേക്ക് പ്രവാചകൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. മറ്റൊരിടത്ത് പ്രവാചകനോട് ഇഷ്ടമുള്ളവർ, പ്രവാചകനെ സ്നേഹിക്കുന്നവർ തൻ്റെ ജീവൻ പോലും ബലിയർപ്പിച്ച് പ്രവാചകന് വേണ്ടി തുന്നപ്പോൾ, പ്രവാചകൻ ഹദിയ നൽകിയപ്പോഴും, പ്രവാചകൻ ആദരിച്ചപ്പോഴും പ്രവാചകൻ അവരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. പ്രവാചകൻ ഇസ്ലാം എന്നുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഇതാണ് പുഴയും പ്രവാചകനുമായി നമുക്ക് കാണാൻ സാധിക്കുക.